ഗുഡ് മോർണിംഗ്. ആയ നല്ല രസമുണ്ട് അവിടെ ആകാശം കാണാൻ. രാവിലെ ഇവിടെ 7 മണി കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ പാല് മേടിച്ച് വെച്ചായിരുന്നു. ചായ കുടിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? അപ്പച്ചനെ ഞാൻ നോക്കുമ്പോൾ മാത്തുക്കുട്ടനെ അവിടെ തിക്കി അങ്ങ് അറ്റത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു. മാത്തൂന് പൊതപ്പഞ്ഞടിച്ചിട്ടേ ഒരു പൊതപ്പല് മൂപ്പര് ചുരുട്ടി കൂട്ടി കിടക്കുക. അതൊരു കുഴപ്പമില്ല കൂട്ടും. മൂപ്പരാണ്ട് ചുരുട്ടി അങ്ങോട്ട് ഒരു കാൽപ്പിക്ക് എത്തൂല. അപ്പൊ കുട്ടിക്ക് തണുത്ത് തുടങ്ങി. എന്നിട്ട് ഞാൻ ഒന്നെണിക്കും ഒരു കാല് വീട്ടി കുട്ടിക്ക് ഇട്ട് കൊടുക്കും. തണുപ്പിച്ചിട്ടേ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് തെന്മലയോരം റിസോർട്ടിലാണ്, കൊല്ലങ്കോട്. നല്ല രസമുണ്ട്. രാവിലത്തെ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അയ്യോ, ഈ പൂവിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. അത് ചെത്തിയല്ലല്ലോ, അതിൻ്റെ പേര് കിട്ടുന്നില്ല. ഇതാ റിസോർട്ടിൻ്റെ താഴെ തന്നെയുള്ള റിസോർട്ട് ഓണറുടെ സ്ഥലങ്ങളാട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ചായ കുടിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതിലൂടെ അങ്ങ് നടന്നങ്ങ് പോകുമ്പോൾ അവിടെ വലിയൊരു പാറക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാത്തൂനും മാളൂനൊക്കെ നല്ല ഇഷ്ടമായി. കാരണം കുറേ നാൾ കൂടിയിട്ടാണ് അങ്ങനെ മണ്ണിലൂടെ നടപ്പും അപ്പോൾ ഓരോന്ന് പറക്കലും. ഇത് തറഞ്ഞിരിക്കും, പണ്ട് ചെയ്യാറില്ല. തോട്ടിമരമ്പത്ത് ഇത് തോടിന്റെ വരമ്പത്ത് കാണുന്നത്. കുത്തി അമ്പയ്യണ ചെറിയ കുത്തു നമ്മൾ മലയുടെ ചുവട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വരെ എത്താൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒരു പാടം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. മലയുടെ താഴ്വാരം. വെണ്ട കൃഷി. ഇതേ മയിൽ നടക്കണ ആ ചെടിയുടെ ചോട്ടില് മാളിവിടെ വാ. അതേ പീലിയുള്ള മയില് ഇങ്ങോട്ട് കയറി വാ. പീലി വിരിച്ചിട്ടില്ല. ആ ചെടിയുടെ ചോട്ടില് അതാണ് അവരുടെ പാടം ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ വീട് നിൽക്കുന്ന അവിടെ കേട്ടാ, ആ പിങ്ക് കളറ്. മാളുട്ടി തെന്നൂട്ടോ. മാളു മാളുവാ. അജയൻ്റെയും മാളുവിൻ്റെയും ഫോട്ടോഗ്രാഫി അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നു. എന്താ കോടമഞ്ഞ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. തെന്മലയോരം റിസോർട്ട്, കൊല്ലങ്കോട്ട് നിങ്ങൾ വരുവാണെങ്കിൽ തെന്മലയോരം റിസോർട്ട് എടുക്കണം. അടിപൊളി ഹോം സ്റ്റേ ആണ്. അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് ഈ നേരെ താഴത്തേക്ക് നടക്കുക, ഈ പാറപ്പുറത്ത് കയറുക. എന്ത് രസമാണെന്നറിയാം ഇവിടെ ഇങ്ങനെ നടക്കാനും വന്നിരിക്കാനും. ഈ രാവിലെ എന്താ പറയുക, സൂര്യ നമസ്കാരവും അങ്ങനെയൊക്കെ
യോഗ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് പതുക്കെ ഇറങ്ങി. ഞങ്ങൾക്കൊന്ന് രാവിലെ നമ്മുടെ നാച്ചുറൽ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കുളിക്കണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് സീതാകുണ്ടെന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടത്തിൻ്റെ സൈഡിലൂടെയുള്ള രാവിലത്തെ ആ പോക്ക് എന്ത് രസമാണെന്നറിയോ. ശരിക്കും ഞങ്ങൾ ആ യാത്ര നന്നായിട്ട് ആസ്വദിച്ചു. കാരണം ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഇങ്ങനെ ഈ പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് മനസ്സിന് എന്തൊരു കുളിർമയാണ് തന്നതെന്നറിയോ. നല്ല അടിപൊളിയായിരുന്നു. ഈവൻ മാളൂനും ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായ യാത്ര. നല്ല അടിപൊളിയായിരുന്നു. കൊല്ലങ്കോട്ട് ഈ തെന്മലയോരം റിസോർട്ടും അതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളും അടിപൊളി കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ സീതാർ കുണ്ടിൽ കുളിക്കാനായിട്ട് പോവുകയാണ്. വനത്തിലാണ്. അവരെല്ലാവരും വരുന്നുണ്ട്. ഞങ്ങളാണ് ഈ പ്രാവശ്യം ഫ്രണ്ടിലായിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ഡേ അല്ലേ, പാലക്കാട് സെക്കൻഡ് ഡേ ആണ്. രാവിലെ എണീറ്റ് നമ്മൾ മല കാണാൻ പോയി. അത് കഴിഞ്ഞ് മലയുടെ താഴ്വാരത്തിലുള്ള സീതാർ കുണ്ടിൽ കുളിക്കാനായിട്ട് പോവുകയാണ്. അയ്യ, അങ്ങനെ ഞങ്ങൾ കയറി ഇവിടെ എത്തിയിട്ടോ. ഇതാണ് നമ്മൾ അവിടെ നിന്ന് നോക്കി കാണുന്ന ആ മല. ആ മലയുടെ താഴെയാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം അവിടെ നിന്ന് ഒഴുകണേന്ന് പറഞ്ഞു. സൂം ചെയ്യാൻ പറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ പാറയിൽ പെയിൻ്റ് അടിച്ച വെച്ച പോലെ എനിക്ക് ആദ്യം തോന്നിയത്. ഞാൻ പറഞ്ഞു ഇത് പെയിൻ്റാണെന്ന് തോന്നുന്നു കേട്ടോ, മനുഷ്യരെ പറ്റിക്കാൻ വെള്ളച്ചാട്ടമാണെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നന്നായിട്ട് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ശരിക്കും അത്. പിന്നെ അങ്ങോട്ട് ഇറങ്ങണതൊന്ന് സൂക്ഷിച്ചിറങ്ങണം. കുട്ടികളും പ്രായമായവരും ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിലെന്തായാലും പിടിക്കണം. കാരണം ഒരു കുത്തനെയല്ല, കല്ലുകളുടെ ഇടയിലൂടെയുള്ള ഇറക്കുക. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് കൈ പിടിച്ചിറങ്ങിയാൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ. അത് നല്ല തെളിഞ്ഞ വെള്ളം. എന്ത് രസമാണെന്നറിയോ. എത്ര നാൾക്ക് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വെള്ളച്ചാട്ടവും നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. അങ്ങോട്ട് കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത്തിരി ആഴമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നീന്തലറിയാവുന്നവർ മാത്രം പോയാൽ മതി. അത് നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഫ്രഷ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. മാത്തു വെള്ളത്തിലിരുന്നേ. മാത്തു അടിപൊളി ഒരു കുളിയും കഴിഞ്ഞ് ഐസ്ക്രീമും കഴിച്ച് നമ്മൾ തിരിച്ചങ്ങോട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ ഞങ്ങള് സീതാകുണ്ടില് കുളി കഴിഞ്ഞ് പോവാണ്. പേ പാർക്കിംഗ് അല്ലേ, 30 രൂപ, 40 രൂപ അല്ലേ കാറിന്. 40 രൂപ. നല്ല അടിപൊളി കുളിക്കാൻ പറ്റി. രാവിലെ തന്നെ വരുവാണെങ്കിൽ ആരുമില്ല, തിരക്കൊന്നുമില്ല. ഇപ്പൊ കുറെ പേര് തിരക്കായി തുടങ്ങി. ഞങ്ങൾ രാവിലെ തന്നെ വന്നോണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലയുടെ താഴെ നല്ല തെളിനീര് വെള്ളത്തിൽ കുളിച്ചു. ഞങ്ങൾ തിരിച്ചു പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ 40 രൂപ. നല്ല ഉറവ് വരുന്നുണ്ട്. ആ വെള്ളമാണ് താഴത്തേക്ക് എത്തുന്നേട്ടാ. നല്ല മാംഗോയുടെ ഫാമാട്ടോ ഇവിടെ.
ഈ സമയമല്ല, ഫെബ്രുവരി, മാർച്ച്, മെയ്, ഏപ്രിൽ, മെയ് ആ സമയത്താണ് മാംഗോ ഇഷ്ടം പോലെ കിട്ടും പറഞ്ഞത്. ഇവിടെ വന്ന അതെ മാങ്ങ മാവ് നിക്കണോക്കെ ആ സമയത്തൊന്ന് വരണം. ഇവിടെ ഹോം സ്റ്റേ അവൈലബിൾ ഉണ്ട് കേട്ടോ. നമ്മുടെ സീതാർകുണ്ടിലേക്ക് വരുന്ന വഴിക്ക് ഹോം സ്റ്റേ ഉണ്ട്. അതാണ് അവരുടെ നമ്പർ. എന്തോ ഒരു പാമ്പ് എന്താ നോക്കി, മാങ്ങയുടെ പാമ്പല്ല, മാവ് മാവ് മാവ്. അങ്ങനെ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഹോട്ടലിൽ നിന്ന്, ഇതൊരു വീടിനോട് ചേർന്ന് അവർ നടത്തുന്നൊരു ഹോട്ടലാണേ. ഒരു സൈഡിലെ ഹോട്ടലും തൊട്ടപ്പുറത്ത് അവരുടെ വീടുമാണ്. നല്ല അടിപൊളി മസാല ദോശയും പിന്നെ ഇഡ്ഡലിയും അങ്ങനെ അതൊക്കെ കിട്ടി. നമ്മളത് മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് സൗകര്യം അത്രയില്ല, പക്ഷെ അത് നല്ല ഹോംലി ഫുഡാണ്. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് പോയി നമ്മുടെ ഹോം സ്റ്റേ കൊണ്ടുപോയി കഴിച്ചു. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്കെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങണം. നമുക്ക് പോകുന്ന വഴിക്ക് 1-2 സ്ഥലം കൂടെ കണ്ടിട്ട് നമ്മുടെ നേരെ യാത്ര കോഴിക്കോട്ടേക്കാണ്. നല്ല അടിപൊളി വ്യൂ ആട്ടോ അവിടുന്ന്. ഇതാണ് രാവിലത്തെ ഒരു 11 മണിയുടെ വ്യൂ. ഇവിടുത്തെ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ ഇനി കോഴിക്കോട്ടേക്കുള്ള യാത്രയാണ്. പക്ഷെ ഇവിടെ അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. കൊല്ലങ്കോട്ട് വരുന്നവർക്ക് ഇവിടെ തെന്മലയോരം റിസോർട്ട് ഫാം സ്റ്റേ ഉണ്ട്. അടിപൊളിയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ്, അതുപോലെ തന്നെ നല്ല ഹെൽപ്ഫുള്ളാണ്.